ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് 2024 ഡിസംബർ 31 രാവിലെ 7 മണിയാണ് കേട്ടോ. നമ്മൾ എങ്ങോട്ടാണ് രാവിലെ തന്നെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. സിഡ്നിയിലെ ഫയർ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫയർ വർക്കാണ്. ന്യൂ ഇയറോട് അനുബന്ധിച്ച് നടക്കുന്ന ഫയർ വർക്ക്സ് വേൾഡിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫയർ വർക്ക്സ് ആണ് സിഡ്നിയുടെ. അപ്പോൾ രാത്രി, അതായത് ഈ 31 ഞങ്ങൾ പോകുന്ന ദിവസം രാത്രി 12 മണിക്കാണ് ഫയർ വർക്ക് നടത്തുന്നത്. ഓഫ് കോഴ്സ് ന്യൂ ഇയർ ആകുമ്പോൾ. പക്ഷേ ഇപ്പോൾ പോയി അവിടെ ഇരുന്നാലേ സീറ്റ് കിട്ടുള്ളൂ. നടക്കുന്ന സ്ഥലം സർക്കുലർ കീഴിൽ നമ്മുടെ ഒപ്പേറ ഹൗസും ഹാർബർ ബ്രിഡ്ജൊക്കെ വരുന്ന ആ ഒരു പോയിന്റിലാണ് നടക്കുന്നത്. മെയിൻ ഇത് ഒപ്പേറ ഹൗസിലും അതേപോലെ തന്നെ ഹാർബർ ബ്രിഡ്ജിലുമാണ് മെയിനായിട്ടുള്ള ഇത് നടക്കുന്നത്, ഫയർ വർക്ക്സ് നടക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ, അതായത് തലേ ദിവസം രാവിലെ 7 മണിക്കൊക്കെ പോയാലേ സീറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ സീറ്റ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഫ്രീ എൻട്രി ഒക്കെയാണ്. പക്ഷേ എവിടെയെങ്കിലും സ്പോട്ട് കിട്ടുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞ് ഒരു വഴിയൊക്കെ ബ്ലോക്ക് ആവും. ഇത് കണ്ടു ആൾക്കാർ ടെൻറ്റും കൊണ്ടൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നത്. നമ്മളപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇവിടത്തെ ഫസ്റ്റത്തെ, അതായത് ഈ റിവർ സൈഡിലുള്ള ഫസ്റ്റത്തെ ഈ പോർഷനൊക്കെ ഫുള്ള് ഫില്ലായി. ഇനി ഇപ്പുറത്തോട്ടുള്ള കുറച്ച് പോർഷനുണ്ട്. ഇവിടെ ഫുള്ള് സെക്യൂരിറ്റീസും അറേഞ്ച്മെൻറ്റ്സൊക്കെയാണ് കേട്ടോ. ഇത് ഫ്രീ എൻട്രി ഒക്കെയാണ്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കാരെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റില്ല. ഫുള്ള് പോലീസും സെക്യൂരിറ്റീസും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്പോട്ട് കണ്ടെത്തുമെന്ന് വെച്ച് തപ്പി നടന്ന് ലാസ്റ്റ് ഒരു സ്പോട്ട് കണ്ടെത്തി നമ്മളവിടെ നമ്മുടെ ഷീറ്റൊക്കെ വിരിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ സമയം 8 മണി കേട്ടോ. 8 മണിക്ക് കറക്റ്റ് നമ്മളവിടെ എത്തി. 8 മണിക്ക് നമ്മളവിടെ ഇരിപ്പ് ഉറച്ചതാണ് രാവിലെ. ഇനി ഈ വീഡിയോ മിക്കവാറും കുറച്ച് ബോറിങ് വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഈ വെയിലത്ത് വെറുതെ അവിടെ ഇരുന്നിരുന്ന് സമയം കളയുന്ന ഒരു വീഡിയോ. അത് ഞാൻ വെട്ടിച്ചെറുതാക്കി ഒരു 9 മിനിറ്റിനടുപ്പിച്ചാക്കിയിട്ടുണ്ട് വീഡിയോ. പക്ഷേ ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വളരെ ഡൗട്ട് ഉണ്ടായിരുന്നു, പോകണോ, ഇത്രയും നേരം ഒരു ദിവസം മൊത്തം നമ്മൾ വെറുതെ ഇവിടെ, അതും നല്ല സമ്മറാണല്ലോ ഇവിടെ. അപ്പോൾ ഈ നല്ലൊരു വെയിലത്ത് ഇവിടെ ഇരിക്കുന്നത് അത് വേർത്താണോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വേർത്തായിരുന്നു. എൻ്റെ ജീവിതത്തിൽ തന്നെ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പോയില്ലെങ്കിൽ വലിയ നഷ്ടമായി പോയാനെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. നമ്മൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡിൻ്റെ റേറ്റൊക്കെ അടിപൊളിയായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസമൊക്കെ ഇവിടെ ഫുഡ് ട്രക്കൊക്കെ ഉണ്ട്, 3-4 ഫുഡ് ട്രക്കൊക്കെ ബാക്കിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ റേറ്റൊക്കെ നല്ല കൂടുതലായിരിക്കും എന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കാൻ വേണ്ടി മറ്റേ സാൻഡ്വിച്ച് ബ്രെഡും അതിലിടുന്ന തക്കാളി സോസ്, മയണൈസ് അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് അതൊക്കെ കൂടിയായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്ലേറ്റും ഗ്ലാസ്സും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ വെച്ച് തന്നെ തയ്യാറാക്കി നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8:30-9 മണി ആ ടൈമൊക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് വെയിലങ്ങനെ ചെറിയൊരു വെയിൽ വന്ന് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. എന്നാലും നമ്മൾ കുടയൊക്കെ നിവർത്തി വെച്ചു. പക്ഷേ കുഴപ്പമുണ്ടായില്ല. ഈ ഒരു ടൈമൊക്കെ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ചൂടായിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുണ്ടായിട്ട് പോലും നമുക്കവിടെ കടലായതുകൊണ്ട് തന്നെ നല്ല കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. കടലിൻ്റെ രീതിയിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്, അതുകൊണ്ട് കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഇപ്പുറത്ത് തന്നെ ഒരു ഇന്ത്യൻ കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ യുണോ കാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവരായിട്ട് കാർഡൊക്കെ കളിച്ചു. ഒരാൾ ഒറീസയിൽ നിന്നും ഒരാൾ ആന്ധ്രയിൽ നിന്നുമായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കാർഡ്സൊക്കെ കളിച്ചു. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ സമയം പോയിട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറേ ഒന്നും എടുത്തു ഞാൻ പിന്നെ വെറുതെ ബോറിങ് വീഡിയോ ആവില്ലേ, അതുകൊണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു കോഫി നമ്മളിവിടെ നിന്ന് വാങ്ങി കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഇപ്പോൾ ഒരു വെയിലായിരുന്നു, രക്ഷയുണ്ടായില്ല. പിന്നെ അതിനിടയ്ക്ക് നമ്മളുടെ ഒരു ഫാമിലി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയാണ് നമ്മൾ സ്ഥലം പിടിച്ചിരുന്നത്. അവർക്ക് കുട്ടികളുകൊണ്ട് കുറേ നേരം വന്നിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അവരിവിടെ എത്തിയപ്പോഴേക്കും ഉച്ചയ്ക്ക് 12:30-1 മണിയായിട്ടു. പക്ഷേ അവരെ അപ്പോഴേക്കും കടത്തി വിട്ടില്ല. അപ്പോഴേക്കും സെക്യൂരിറ്റി ഇവിടെ എത്ര ആൾക്കാർ കയറി കഴിഞ്ഞാൽ ഇവിടെ നല്ലോണം കൺട്രോൾ ചെയ്യുന്നുണ്ട്, ക്രൗഡ് കൺട്രോൾ ഉണ്ട്. അപ്പോൾ അവരെ കിടത്തി വിട്ടില്ല. അതാണ് അവർക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കായിരുന്നു. അവർ പുറത്തിരുന്നു, വേറെ സ്പോട്ടിൽ കണ്ടെത്തി അവിടെ ഇരുന്നു. പിന്നെ ഇതിപ്പോൾ 8 മണിയായിട്ടോ, ഏകദേശം 7:30-8 മണിയായി. പക്ഷേ ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് അറിയാമല്ലോ, ഇരുട്ടുന്നത് വൈകും. നമ്മൾ 8 മണിയായപ്പോൾ വീണ്ടും ഡിന്നർ കഴിക്കുകയാണ്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ നടക്കാനൊക്കെ ഇറങ്ങി. കാരണം ഇവിടെ തന്നെ നമുക്ക് നടക്കാം. പക്ഷേ ഇവിടുത്തെ എൻട്രിയിൽ, ഇങ്ങോട്ട് കയറുന്ന എൻട്രിയിൽ അവിടെയാണ് അവർ ബ്ലോക്ക് ചെയ്തേക്കുന്നത്. എത്ര ക്രൗഡായി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനും പറ്റില്ല, അകത്തോട്ട് കയറാനും പറ്റില്ല. അങ്ങനെയാണ്. ഉച്ചയ്ക്ക് ഒരു 12:30 അവർ ക്ലോസ് ചെയ്ത് ഇങ്ങോട്ടുള്ള എൻട്രി. ഇപ്പോൾ വന്നിരുന്നുകൊണ്ടാണ് ഇവിടെ കിട്ടുന്നത്. ഇതേപോലെ കുറേ സ്പോട്ട്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് ബോത്ത് ഒപ്പേറ ഹൗസിൻ്റെയും അതേപോലെ തന്നെ ഹാർബർ ബ്രിഡ്ജിൻ്റെയും കറക്റ്റ് വ്യൂ നമുക്കിവിടെ കിട്ടും. പിന്നെ കുറച്ച് അങ്ങോട്ട് മാറി കുറേ സ്പോട്ടുകളുണ്ട്. പക്ഷേ ഇത്
അത്യാവശ്യം അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വന്നിരുന്നത്. ഇവിടെ നല്ല ക്രൗഡ് കൺട്രോളും മാനേജ്മെൻറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓവർ ഓവർ ക്രൗഡ് ആവാനായിട്ട് അവർ സമ്മതിക്കില്ല. അതാണ് ഇത്രയും ഭയങ്കര കൺട്രോളിങ് ഒക്കെയാണ്. അതെല്ലാം ഇവിടെ കുറേ ഈ ഇലക്ട്രിക് ടോയ്ലറ്റ്സ് ഒക്കെ കുറേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു 10-40 ടോയ്ലറ്റ്സ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല ക്ലീൻ ആയിട്ടൊക്കെ നല്ല രീതിയിലാണ് അത് ക്ലീൻ ചെയ്യാൻ അപ്പോൾ ക്ലീൻ ചെയ്യാൻ ആൾക്കാരും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകാനൊന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുപോലെ വെള്ളം, ഡ്രിങ്കിങ് വാട്ടറൊക്കെ അവൈലബിൾ ആയിരുന്നു. അങ്ങനത്തെയൊക്കെ എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാര്യം ഫ്രീ ചെയ്താണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 8:30-9 മണിയായിട്ട് ആ സമയമായി. 9 മണിക്കൊരു ചെറിയ ഇതുണ്ടായിരുന്നു കേട്ടോ, ഫാമിലീസിന് വേണ്ടി ഒരു ചെറിയ വെടിക്കെട്ടും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിൻ വെടിക്കെട്ടല്ല, തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ സമയത്ത് കണ്ടിട്ട് പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നടത്തുന്ന ഒരു ഷോയാണ് 9 മണിക്ക്. അത് ഞാൻ ഷൂട്ട് ചെയ്തു, പക്ഷേ ഇട്ടില്ല. കാരണം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് 12 മണി ഇതിന് വേണ്ടിയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അങ്ങനെ രാത്രി 10 മണിയായി, 11 മണിയായി. നമ്മളിങ്ങനെ കിടപ്പും ഇരിപ്പൊക്കെ ആയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷേ കാര്യം ഒരു ദിവസം നമ്മൾ അവിടെ ചിലവഴിച്ച് ഒന്നും ചെയ്താന്ന് വെച്ചാൽ ഒന്നും ചെയ്തില്ല. വെറുതെ ഇടയ്ക്കൊക്കെ ഇറങ്ങി നടന്നു, ഇടയ്ക്കൊക്കെ വെറുതെ വാഷ്റൂമിൽ പോയിട്ടൊക്കെ വന്നു. അങ്ങനെയൊക്കെ അപ്പോഴല്ലേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെറുതെ വാഷ്റൂമിൽ പോവും. അങ്ങനെ ഒക്കെ വന്നിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ രസമായിരുന്നു. കാരണം നല്ല ക്ലൈമറ്റും അതേപോലെ തന്നെ കാറ്റൊക്കെ കിട്ടുന്നുണ്ടല്ലോ കടലായതുകൊണ്ട്. ഇപ്പോൾ കൗണ്ട് ഡൗൺ തുടങ്ങി കേട്ടോ. 10 മിനിറ്റ് എഴുതി കാണിച്ചു, 10 മിനിറ്റ്സ് എഴുതി കാണിച്ചു. അങ്ങനെ കൗണ്ട് ഡൗൺ തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും ഭയങ്കര ആവേശത്തിലായി. എല്ലാവരും അപ്പോഴേക്കും പാക്ക് ചെയ്തിട്ടോ, പോകാനുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും അപ്പം തന്നെ പാക്ക് ചെയ്തു. അങ്ങനെ കൗണ്ട് ഡൗൺ തുടങ്ങി. 1, 2, 3 എല്ലാവരും എണ്ണയാണ്. ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. ലാസ്റ്റ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷം, അതായത് ഇവിടുത്തെ ഫയർ വർക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. സൗണ്ട് ഇൻക്ലൂഡ് ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ട് ഞാൻ സൗണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ. നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര സൗണ്ടും ഇങ്ങനെ മുഴുങ്ങുന്ന സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു പൊട്ടുന്നൊരു സൗണ്ട് ഉണ്ടായുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയായിരുന്നു. ഇതിൻ്റെ ഡിസൈൻസ്, കാര്യങ്ങൾ ഫുള്ളും എനിക്ക് പറയാൻ വാക്കുകളില്ല. അതേപോലത്തെ ഒരു ഫീലായിരുന്നു. എൻ്റെ ജീവിതത്തിലൊരു ആദ്യത്തെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. അടിപൊളി ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. നമുക്ക് കണ്ണിനൊക്കെ ഭയങ്കര ഒരു കുളിർമേകുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു, പല കളേഴ്സും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഇത് കണ്ടിട്ടില്ല. നമ്മൾ നാട്ടിലൊക്കെ തൃശ്ശൂർ പൂരവും എല്ലാ വെടിക്കെട്ടൊക്കെ കാണുന്ന ആൾക്കാർ. അപ്പം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുപോലെയൊക്കെ തന്നെയായിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു വിഷ്വൽ എഫക്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡിസൈൻസ്, ഇവർ പല ഷേപ്പിലും പല രീതിയിലാണ് ഇവിടുത്തെ ഡിസൈൻസൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഇത് ഈ വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം കുറേ ആകുമ്പോൾ പുക മൂടിയിട്ട് വീഡിയോയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ പുക വരികയായിരുന്നു. അങ്ങനെ കഴിഞ്ഞു. എനിക്ക് സിഡ്നി ലൈഫിലെ ഏറ്റവും എനിക്ക് മറക്കാനാവാത്തൊരു ബെസ്റ്റ് പാർട്ടായിട്ട് ഈ ദിവസവും ഈ ഒരു അനുഭവവും. കാരണം ഒരു 10 മിനിറ്റ് ഉള്ളൂ, അത് മാറി. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നുള്ള സീനാണിത്. അയ്യോ, നമുക്ക് 2 കിലോമീറ്റർ നടന്ന് വേറെ സ്ഥലത്തുള്ള സ്റ്റേഷനിൽ പോയി കയറേണ്ടി വന്നു. കാരണം ഇവിടുത്തെ സ്റ്റേഷനൊക്കെ അവർ ബ്ലോക്ക് ചെയ്തു. കാരണം അല്ലെങ്കിൽ ഇടിപിടിച്ച് എത്ര ആൾക്കാർ ചാവും. കാരണം ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു മോർ ദാൻ ഒരു 3 lakh 5 lakhനടുത്ത് ആൾക്കാർ നമ്മൾ നിന്നൊരു സ്പോട്ടിൻ്റെ ആ പരിസരത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ നടക്കേണ്ടി വന്നു. ഒരു 2 കിലോമീറ്ററിനടുത്ത് നടന്നാണ് നമ്മൾ സ്റ്റേഷനിലെത്തിയത്. ഇപ്പോഴേക്കൊക്കെ 2 മണി ആ സമയമായി. ആക്ച്വലി നമ്മൾ വീടെത്തിയപ്പോൾ 3 മണിയായി. ആദ്യത്തെ ട്രെയിനും നമുക്ക് കയറാൻ പറ്റിയില്ല. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.